ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കാസ. കോട്ടയത്ത് ചേർന്ന നയപ്രഖ്യാപന സമ്മേളനത്തിലെ പ്രമേയത്തിലാണ് കാസ നിലപാട് അറിയിച്ചത്. പ്രവർത്തകർ വീട് വീടാന്തരം പ്രചരണത്തിനിറങ്ങുമെന്നും കാസ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് കാസ കോട്ടയത്ത് നയപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ പി.സി. ജോർജിനും ബി.ജെ.പിക്കും പിന്തുണ നൽകുന്ന പ്രമേയം കാസ സംസ്ഥാന സെക്രട്ടറി ജിയോ മേനാച്ചേരി അവതരിപ്പിച്ചു. 50 വർഷത്തോളം നീണ്ടുന്ന രാഷ്ട്രീയ ജീവിതത്തിനിടയിലോ 30 വർഷം നിയമസഭാ പ്രവർത്തിച്ചപ്പോഴോ അഴിമതിയുടെ ഒരു കറ പോലും തൊടാത്ത ഈ രാജ്യത്തെയും ഈ സമൂഹത്തെയും വിവിധ സമുദായങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ചങ്കുവെച്ചത്തോടെ നിലകൊള്ളുന്ന നേതാവ് കൂടിയായ ശ്രീ പി.സി. ജോർജ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ കാസയുടെ പ്രത്യേക ലക്ഷ്യം പ്രചാരണ ഓഫീസ് തുറക്കുമെന്നും പ്രവർത്തകർ വീട് വീടാന്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമെന്നും നയപ്രഖ്യാപന പ്രമേയത്തിൽ പറയുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടത് ബി.ജെ.പി. നേതൃത്വമാണെന്നും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കേരളത്തിലെ ചടങ്ങിൽ ജനപക്ഷം പാർട്ടിയുടെ ലയനം പൂർണ്ണമാകുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കേണ്ട പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് സത്യം. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നത് ക്ഷമിക്കണം. ബി.ജെ.പി. അംഗത്വമെടുത്തതിന് ശേഷം ആ പാർട്ടിയുടെ തീരുമാനം വരാൻ പോകുന്നത് 27-ാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി ബി.ജെ.പി. ലയിക്കുന്ന സമ്മേളനമായി അത് മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രൈസ്തവർക്ക് നിർണായകമാണെന്നും രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും ക്ഷേമത്തിനായി ഉറച്ച നിലപാടുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ ആവശ്യപ്പെട്ടു. പി.സി. ജോർജിനും ഷോൺ ജോർജിനും കാസ സ്വീകരണം നൽകി. ജനം, കോട്ടയം.